സിലിണ്ടർ എഞ്ചിന് 1 ലിറ്റർ 110 HP വിത്ത് ടോർക്ക് കൺവേർട്ടറാണ് പോണ സാധനം. മോഹവില കൊടുത്തൊക്കെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൈലാക്കിലോട്ടൊക്കെ പോവേണ്ടി വരും ആ ഒരു 10 രൂപയ്ക്കകത്ത്. ഇതൊക്കെ 3 സിലിണ്ടർ വരെയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വിത്ത് 1 ലിറ്റർ 100 HP, അതായത് 98 HP ഒക്കെയാണ് ബൂസ്റ്റർ ജെറ്റിന് പറഞ്ഞത്. അങ്ങനത്തെ സാധനങ്ങളും കൂടെ കൊടുത്താൽ കുറേ അധികം ആൾക്കാർക്ക് നല്ല. ഇപ്പം ഫ്രോങ്സ് എന്ന് പറഞ്ഞ സാധനം 3 സിലിണ്ടർ നോർമലി ഉള്ളൊരു ഇതിൻ്റെ പോലത്തെ ഒരു നോർമൽ 3 സിലിണ്ടർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 85 HP ഒക്കെ വെച്ചൊരു 3 സിലിണ്ടർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദെയർ ഈസ് 1 ലിറ്റർ ടർബോജെറ്റ് എഞ്ചിൻ 2. അതിനകത്ത് അതുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യട്ടെ എന്ന് പറയാം. അപ്പം ബെലേനോ 3 സിലിണ്ടർ ആക്കി, സ്വിഫ്റ്റ് പോലെ കൊണ്ട് 3 സിലിണ്ടർ ആക്കി കളയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ജെറ്റും കൂടെ ഒന്ന് ഇറക്കിയാൽ നല്ലതാവും എന്നൊരു അഭിപ്രായമുണ്ട്. ഇഗ്നിസും അങ്ങനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ജെറ്റൊക്കെ വെച്ച് ഇറക്കാം. ഇഗ്നിസിലൊക്കെ ബൂസ്റ്റർ ജെറ്റ് വന്നാണ്ടല്ലേ വേറെ ലെവലിൽ തുരക്ക് സാധനം കേട്ടാ. കാരണം 100 HP, ഇത് തന്നെ ഇപ്പം 82 HP തന്നെ ഇപ്പം ഫസ്റ്റ് ഗിയർ ഇപ്പം വണ്ടി കിടക്കണേ. ഇപ്പം നോക്കണേ ഉണ്ടാ, എടുത്തോണ്ട് പോണണ്ടാ, ഇതൊക്കെയാണ് സാധനം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. ഞാൻ ഇന്ന് വന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ചോദിച്ച ആ ഒരു ഇഗ്നിസ് 2026 പുറത്തിറങ്ങാൻ പോകുന്ന, കറന്റ് ഇപ്പം പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ 2025 പ്രൊഡക്ഷൻ ആയിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് സാധനം എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് 4 വേരിയന്റ് ആണ് പറഞ്ഞത്. നമുക്ക് ബേസിന്റെ തൊട്ട് മുകളിലോട്ട് ഓട്ടോമാറ്റിക് കിട്ടും. AMT ട്രാൻസ്മിഷൻ ആണ്, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് നമ്മളെ വണ്ടിക്കകത്ത് വേറൊരാളിരുന്ന് ഗിയർ മാറും പോലത്തെ ഒരു പരിപാടി. അതിപ്പോൾ പറഞ്ഞ 3 സിലിണ്ടർ സ്വിഫ്റ്റിന് വരുന്ന അതേ ഗിയർ ബോക്സ് തന്നെയാണ് ഈ ഒരു സാധനത്തിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. AGS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചാൽ ഇതാണ് കീ കേട്ടോ. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ ഉണ്ട്, ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ജസ്റ്റ് തുറക്കുന്നു, തുറന്നതിന് ശേഷം ബോണറ്റ് വലിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇവിടെയൊന്നും അല്ല, ഇവിടെ തന്നെയാണ്. ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ ബോണറ്റ് ഓപ്പൺ ആവുന്നതാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ട് ജസ്റ്റ് കൈ ഇവിടെ വയ്ക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്കിത് തുറക്കാൻ പറ്റും. ഇവിടെ പാഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സുസുക്കിയുടെ ആ ഒരു K സീരീസിൽ വരുന്ന 1.2 ലിറ്റർ വരുന്ന ആ ഒരു 82 bhp പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എഞ്ചിൻ. അപ്പോൾ ഇന്നാളെ ഒരാൾ വീഡിയോ കമൻറ്റ് ഇട്ടു, ഇങ്ങനെ എഞ്ചിൻ റൂം കാണിക്കുമ്പോൾ ക്യാമറ ഷേക്ക് ആക്കല്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷേക്ക് ആക്കാതെ വെച്ചിരിക്കുന്നത്. ബാറ്ററി കാര്യങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു സൊനാപ്പി എടുത്ത് ഇവിടെ കുത്തി വെച്ചാൽ നമുക്ക് വണ്ടി നമുക്ക് കൈ വിട്ടിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇങ്ങനെ നോക്കൂലേ, അങ്ങനെയൊക്കെ നോക്കി നിൽക്കാൻ പറ്റും. ജസ്റ്റ് ഇത് ഇങ്ങനെ താഴോട്ടാക്കുക. ഇതാണ് കേട്ടോ മറ്റേ ആ കൈയിട്ട് തുറക്കാനുള്ള സാധനം. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. കുറേ പേര് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. ബോണറ്റ് ചപ്പാനുള്ള ഇത് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ പ്രസ് ചെയ്യില്ല. കാരണം മാരുതിയിലെ വണ്ടിയും കൂടെയാണ്. നെക്സയാണ് മാരുതിയെക്കാളും കുറച്ചൊരു ക്വാളിറ്റിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സാധനം പറഞ്ഞത്. നമുക്ക് പിന്നെ DRL പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് എൻഡ് സാധനത്തിൽ മാത്രമേ DRL പറഞ്ഞുള്ളൂ. അതിൻ്റെ തൊട്ട് താഴത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ DRL വരുന്നില്ല. ഒരു പ്രൊജക്ടർ വൈറ്റ് ഹെഡ് ലാമ്പാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹാലോജനാണ് പറഞ്ഞത്. ഈ മാറ്റ് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഡീക്രോം ചെയ്യാതെ ഈ എല്ലാം ബ്ലാക്ക് അടിക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു വണ്ടി കാണാനായിട്ട്. ഈ സാധനമൊക്കെ ബ്ലാക്ക് അടിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഫോക്ക് ലാമ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, ആളിൻ്റെ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബമ്പർ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് വേറെ കളറാണ്, ഒരു സിൽവർ കളറാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കൂടെയാണിത്. കുട്ടി വണ്ടിയാണെന്നാൽ നമുക്ക് അത്യാവശ്യം പവറുണ്ട്. നമ്മൾ ആ ഒരു ടൈപ്പ് 2 ടൈപ്പ് 3 സ്വിഫ്റ്റ് ഒക്കെ നമുക്ക് പവറിൽ പൊട്ടിക്കൂലേ, ആ ഒരു പവറൊക്കെ നമുക്ക് ഈ ഒരു കുഞ്ഞൻ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് അലോയ് വീൽസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 175, 65, 6, 15, അതായത് 15 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. ടയർ 175 വിക്ത് വരുന്നുണ്ട്. 4 ഹോളാണ് വരുന്നത്, 5 ഹോളും കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു SUV വിത്തം വരാൻ വേണ്ടിയിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബമ്പറൊക്കെ അച്ചു വീഴാതിരിക്കാനും ഈ സാധനം പ്രവർത്തിക്കുന്നതാണ്. കണ്ട സ്ക്രാച്ചായി കിടക്കുന്നുണ്ട്. അപ്പോൾ ബേസ് വണ്ടിയിലില്ല കേട്ടോ, ബേസിന് തൊട്ട് മുകളിലോട്ടുള്ള സാധനങ്ങളിലേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി ബേസിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. മാനുവലിൽ ഒരു ബേസ് സാധനമുണ്ട്, അതിനകത്ത് ഈ ഒരു സാധനം വരില്ല. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ലോക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് കോ ഡ്രൈവറിനും നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഡോർ ഗാർഡ് ഒരെണ്ണം വരുന്നുണ്ട്. അതിൽ ഇഗ്നിസിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ബാക്ക് നമുക്ക് ഇവിടെ ഒന്നുമല്ല തുറക്കാനുള്ളത്, ഇവിടെ തന്നെയാണ് തുറക്കാനുള്ളത്. ഡോർ ഏതുവരെ തുറക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ നമുക്കൊരു 90 പരമായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. അവിടെ നിന്ന് ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് പെട്രോൾ അടിക്കേണ്ടത്, ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ പെട്രോൾ അടിക്കേണ്ടത് എവിടെയാണ് എന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പുതിയൊരു വണ്ടിയും കൊണ്ട് വരുമ്പോൾ അയ്യോ ഇപ്പുറത്താണ് ടാങ്ക് അപ്പുറത്താണ് ടാങ്ക് എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കയറിയതിനു ശേഷം നമ്മൾ സ്വിച്ച് ഒന്ന് ഓൺ ആക്കുന്ന സമയത്ത് ഫ്യൂവൽ എവിടെയാണ് കാണിക്കണതെന്ന് നോക്കണം. വരൂ ഫ്യൂവല്.
കണ്ടോ ഫ്യൂവൽ ടാങ്ക് അവിടെയാണ് എന്നാണ് ആ ഒരു ആരോ കാണിക്കുന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട്, അതും ഡീക്രോം ചെയ്യണം. ഡീക്രോം ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. മാക്സിമം ഇത് ഊരാതെ തന്നെ ഡീക്രോം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ, അത് നല്ല രസമാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു നോർമൽ ആൻറ്റിന വരുന്നുണ്ട്, അവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ആക്കിയാൽ അത്യാവശ്യം നല്ലതായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരു സ്പോയിലർ, നമ്മളിത് ആഫ്റ്റർ മാർക്കറ്റ് വെക്കുന്ന സ്പോയിലറാണ് കേട്ടോ. ആ സ്പോയിലറിൻ്റെ അവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുന്ന സമയത്തും ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സും സ്റ്റോപ്പ് ലാമ്പും റിവേഴ്സ് ലാമ്പുമായിട്ടൊക്കെ വരുന്നതാണ്. ഇവിടെ ഇഗ്നിഷൻ എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡീക്രോം ചെയ്ത് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഇതിനെ നമ്മൾ ഡീക്രോം ചെയ്താൽ അത്യാവശ്യം നല്ലതാണ്. നെക്സ്റ്റ് ലോഗോ ഉണ്ട്, റിവേഴ്സിൽ നമുക്ക് വൈപ്പർ ഉണ്ട്, ഡീഫോഗർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബമ്പറിൻ്റെ നോക്കുമ്പോൾ ഇതൊരു റിഫ്ലക്ടറാണ്. ഇവിടെ നമുക്ക് രണ്ടത് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്, ഒരു 4 സെൻസർ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു 4 സെൻസർ ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ ബ്ലാക്ക് അടിച്ചാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. എക്സോസിൻ്റെ പൈപ്പ് പറഞ്ഞാൽ അവിടെയാണ് പറഞ്ഞത്. ഗ്രൗണ്ട് ക്ലിയർനെസ് ഒക്കെ ഈ ഒരു ലെവലാണ് ബാക്ക് വരുന്നത്. സൈഡ് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനമൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ഇല്ലെങ്കിൽ വാങ്ങിച്ച് ഒട്ടിക്കണം കേട്ടോ. ബ്ലാക്ക് വണ്ടിക്ക് ബ്ലാക്ക് സാധനം ഒട്ടിക്കുന്നത് വൃത്തിയാടില്ല. നമുക്ക് ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ, ഡോറിൽ സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാനായിട്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് സെയിം ബോഡി കളർ തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഈ ഒരു ബ്ലാക്ക് എഡിഷൻ വണ്ടികളൊക്കെ ക്രോം ഒന്നും കയറ്റാതെ തന്നെ കമ്പനികൾ ഇറക്കിയാൽ അത്യാവശ്യം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ വണ്ടിയാണ്, ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ്, അടിപൊളി സാധനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഡ്രൈവർ സൈഡ് തുറന്ന് കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത് ഞെക്കി തുറക്കാൻ പറ്റും. തുറക്കണ സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നമുക്കിതാ ഒരു വൈറ്റ് കളർ പേടൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബ്ലാക്കാണ് വരുന്നത്. ഇവിടെ കുഷ്യൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുറത്തെ നോയ്സൊക്കെ നമുക്ക് ഇതിനകത്ത് കുറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാൻ പറ്റും. വിൻഡോ നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ഓട്ടോ ഡൗൺ ആണ് ഡ്രൈവർ സൈഡ്, ബാക്കിയെല്ലാം നമുക്ക് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. ഓട്ടോ അപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ലോക്ക് അല്ലാതെ ഇങ്ങനെ സിംഗിൾ സൈഡ് ലോക്ക് ഇടാൻ പറ്റും. ഇത് നമുക്ക് തുറക്കാനുള്ള പിടിയാണ്. അതൊരു ക്രോമാണ് പറഞ്ഞത്. ഇത് AC വെൻ്റാണ് പറഞ്ഞത്. സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സുസുക്കിയുടെ ഒരു ചെറിയ ലോഗോ വരുന്നുണ്ട്. ട്രാക്ക് മാറ്റാനായിട്ട്, പാട്ട് മാറ്റാനായിട്ട്, FM ആണെങ്കിൽ FM, നമുക്ക് ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, അങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനും. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും, മ്യൂട്ട് ചെയ്യാൻ പറ്റും, കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം, വോയിസ് കമാൻഡ് ചെയ്യാൻ പറ്റും. എയർ ബാഗ് ഇവിടെ ഒരെണ്ണം പറഞ്ഞുണ്ട്, അവിടെ ഒരെണ്ണം പറഞ്ഞുണ്ട്. വേറെ എയർ ബാഗ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് മാനുവലി തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ വാം കളർ തന്നെയാണ് വരുന്നത്. വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മിറർ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പുറ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മിററുണ്ട്, മിറർ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു നോർമലി ഉള്ള മാരുതിയുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ബ്രേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. നമ്മളിതാ ഇവിടെ മാനുവലിൽ ഇവിടെ ഇട്ടൊക്കെയാണ്, അല്ല ഗിയറിൽ ഡ്രൈവിൽ ഇട്ടൊക്കെയാണ്. സോ നമ്മൾ ന്യൂട്രൽ ആക്കുക. ന്യൂട്രൽ ആക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വണ്ടിയുടെ മൈലേജ് ഇതൊരു 11.9 ഇപ്പോൾ ആവറേജ് മൈലേജ് കാണിക്കുന്നത്. ഒരു AGS എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ മൈലേജ് വരേണ്ടതാണ്. CVT ഗിയർ ബോക്സ് ഒക്കെ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ട 9, 10 കൺഫേം. പിന്നെ ഒരു ടോർക്ക് കൺവെർട്ടർ ഒക്കെ എടുക്കുകയാണെങ്കിൽ 10, 11 അത് തന്നെയാണ്. AGSൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടേണ്ടതാണ്. നമ്മൾ മുമ്പ് വീഡിയോ ഇട്ട സ്വിഫ്റ്റിലൊക്കെ അത്യാവശ്യം 15+ മൈലേജ് ഒക്കെ എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 3 സിലിണ്ടർ അല്ല, 4 സിലിണ്ടർ ആണ്, 1.2 ലിറ്റർ ആണ്, 82 bhp കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. 4 സിലിണ്ടറിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് പാർക്ക് വരുന്നുണ്ട്, ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ബൾബ് നമ്മളിപ്പോൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ വെട്ടന്താ ഇത്രയാണ് കേട്ടോ. ഡിമ്മ്, ബ്രൈറ്റ്. ഡിമ്മിൽ ഇത്രയുണ്ട്, ബ്രൈറ്റിൽ ഇത്രയുണ്ട് കേട്ടോ. ഫോഗ് ലാമ്പ് ഓഫ് ചെയ്യുമ്പോഴുള്ള ലൈറ്റ് ഇതാണ്. ഫോഗ് ലാമ്പ് വൈറ്റ് ആണ്. ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ. ഇപ്പോൾ പാർക്ക് ഫോഗ് ലാമ്പ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെട്ടം കേട്ടോ. രാത്രിയിൽ നമ്മളെ വണ്ടിക്ക് ഉള്ളിലൊക്കെ ഈ ഒരു ലുക്കായിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ഓറഞ്ച് ടൈപ്പ് ലൈറ്റാണ്, ഇതിലൊക്കെ ഒരു ഓറഞ്ച് ടൈപ്പ് ലൈറ്റാണ്. അവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇതിലൊക്കെ ലൈറ്റ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും ലൈറ്റ്സ് കാര്യങ്ങളുണ്ട്. നമുക്കിതാ ഇവിടെ പ്ലസ് ചെയ്ത ഇതിൻ്റെ ക്ലസ്റ്ററിലെ ബ്രൈറ്റ്നസ് വിത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. നമുക്കത് രാത്രിയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിക്ക് കുറച്ച് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായ ആ സ്വിച്ചിൻ്റെ ഉപയോഗം നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ തോന്നും, പക്ഷേ നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. ഓക്കെ, സാധാരണ പറഞ്ഞത് ഹാലോജനാണ് പറഞ്ഞത്. അത് മാറ്റിയിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്കത് വാങ്ങിക്കാമെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സാധനം കേട്ടോ, നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്ക് വോളിയം ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ളൊരു സാധനമാണ്. ഇപ്പം ഇറങ്ങണ സുസുക്കി കണക്റ്റ് പരിപാടി അങ്ങനത്തെ ഒന്നുമല്ല, സുസുക്കിയുടെ ഇപ്പം ഇറങ്ങുന്ന സാധനങ്ങളൊന്നുമല്ല, നോർമലി ഉള്ള ആ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ AC ഓഫാണ്. നമുക്കിപ്പോൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്
അറിയണമെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ താക്കുന്ന സമയത്ത് ഇപ്പോൾ 18.5 ഡിഗ്രി തണുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഫാന് കൂടി എത്രയാണോ ഫാൻ ഇവിടെ തണുപ്പ് വേണ്ടത് ആ ഒരു തണുപ്പ് കൊണ്ടുവന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞ് ആ ഒരു നോർമൽ ലെവലിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും 18.5 തന്നെ നിൽക്കും. നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതായത് തണുപ്പ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 20 ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഫാൻ എത്രയും മതി. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 23 മുകളിൽ ക്ലൈമറ്റ് ആയിരിക്കും നിൽക്കുന്നത്. അതിപ്പം കറക്റ്റ് അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 23 പോകുമ്പോൾ ഫാൻ കുറയണേണ്ട. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അത്രയും മതി 23. ഇപ്പോൾ നമുക്കിപ്പം 24 ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് 25 ആണെങ്കിൽ അത്രയും മതി. നമുക്കിപ്പോൾ 18 ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഫാൻ പ്രവർത്തിച്ച് ഇത് 18 തണുപ്പിച്ചതിന് ശേഷം അത് കുറഞ്ഞ് ഫാൻ ഓട്ടോമാറ്റിക്കലി കുറേ നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. ഫാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് പേടിക്കുന്നത് വേണ്ട. ഫുൾ ഫാൻ ആയത് വേണ്ട. നമുക്ക് ഓട്ടോ AC ഓഫ് ചെയ്യണമെങ്കിൽ AC ഓഫ് ചെയ്യാം. ഇതകത്ത കാറ്റ് പുറത്തെ കാറ്റ് അകത്ത് കയറ്റുന്നു, അകത്ത കാറ്റ് ഇതിനകത്താക്കുന്നു. പിന്നെ ഫോഗ് അതായത് ബാക്കിൽ ഡീഫോഗർ വർക്കാവുന്നു. ഫ്രണ്ടിലതാണെങ്കിൽ അങ്ങനെ വർക്കാക്കാൻ പറ്റുന്നു. കാലിൽ തണുപ്പടിക്കണമെങ്കിൽ അങ്ങനെ, തലയ്ക്ക് തണുപ്പടിക്കണമെങ്കിൽ അങ്ങനെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയാണ് USB ആക്സും കൊടുക്കാനുള്ളത്. USB കൊടുത്താൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനാണ് കേട്ടോ. ആരും ഇതിൽ കൊടുത്തിട്ട് ഫോണിൽ ചാർജ് ഒന്നും ചെയ്യല്. ഞാൻ ഇതിൻ്റെ ഒരു അടിപൊളി സാധനത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഒരു 85 വാട്ടിൻ്റെ ഔട്ട് പറഞ്ഞത്. അപ്പം സിയും എയും കൂടെ പറഞ്ഞ ഒരു അടിപൊളി സാധനമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്വിച്ചസ് കൊടുക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ വയ്ക്കണമെങ്കിൽ ആമ്പൊക്കെ ഓഫ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്വിച്ചുകൾ അഡീഷണൽ കൊടുക്കാൻ പറ്റും. 120 വാട്ട് വരെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഫോൺ പേഴ്സൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ ബോക്സ് വരുന്നത്. നമ്മൾ ആ ഒരു AGS ഗിയർ ബോക്സ് എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. നമുക്ക് ഇവിടെ മറ്റേ ആംറസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ആംറസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ വാങ്ങിച്ചു വയ്ക്കാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ബാക്കിൽ AC വെൻസ്, ചാർജർ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു AGS ഗിയർ ബോക്സ്. ഇതിൽ നമുക്ക് റിവേഴ്സ് ഇടാൻ പറ്റും, ന്യൂട്രൽ ഇടാൻ പറ്റും, ഡ്രൈവ് ഇടാൻ പറ്റും. പിന്നെ മാനുവലും മോരും ബ്രേക്ക് കിട്ടുക. നമ്മൾ ഇങ്ങോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡാണ്. ഡ്രൈവിൽ 1 അവിടെ കാണിക്കും. ജസ്റ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് മാനുവലി നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. മറ്റേ 5ാമത്തെ ഗിയറിൽ നിന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. മാക്സിമം 2 പക്ഷേ കാല് കൊടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി 1 വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഡ്രൈവ് മോഡിൽ പോകും, ന്യൂട്രൽ. അത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ റിവേഴ്സിലോട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി. റിവേഴ്സ് ഇടുമ്പോൾ 1 സെക്കൻഡ് ഡിലേ എടുത്തിട്ടാണ് ക്യാമറ വരുന്നത്. അതൊരു പോരായ്മയല്ല, മാരുതിക്ക് സ്ഥിരം ഉള്ളൊരു സാധനം തന്നെയാണ്. ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചു വെച്ചാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞത്. സോ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു AC വെൻ്റ് ഓർണുണ്ട്, ഇവിടെ ഒരു AC വെൻ്റ് ഓർണുണ്ട്, ഇവിടെ ഒരു AC വെൻ്റ് ഓർണുണ്ട്, അവിടെ ഒരു AC വെൻ്റ് ഓർണുണ്ട്. പിന്നെ ഇതൊരു ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെയും കീ ഒക്കെ ഇടാൻ പറ്റും. ഇവിടെ പിടിച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സെക്ഷനിൽ വരുന്നത്. ജസ്റ്റ് നമുക്ക് ഇതിനെയും വണ്ടി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് അത്രയും കുറച്ചുകൂടെ ഹാൻഡ് ബ്രേക്കിൽ നിൽക്കില്ല വണ്ടി എന്നുള്ളവർക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പം ടോട്ടലി നമ്മളെ വണ്ടി ഹാൻഡ് ബ്രേക്കിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം നമ്മളിതാ ഒന്ന് ഡ്രൈവിലോട്ട് ഇട്ടാൽ ഡ്രൈവിൽ ലോക്ക് വീഴൂല. പക്ഷെ വണ്ടി ഒന്ന് ഇങ്ങനെ ഹാൻഡ് ബ്രേക്കിൽ നിന്നായി മൂവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവിൽ പിടിച്ച് നിന്നോളും. അല്ലാതെ വന്ന് വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി ഡ്രൈവിൽ ഇട്ടയ്ക്കുന്ന വണ്ടി നമ്മൾ ഓഫ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോവല്ലേ, എങ്കിൽ ലോഡ് ഫുള്ള് ആ ഒരു ഗിയറിലായിരിക്കും നിൽക്കുന്നത്. ലോഡ് എപ്പോഴും നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ കൊടുത്തതിന് ശേഷം ബ്രേക്കൊക്കെ എടുത്ത് വണ്ടി ഒന്ന് ഫ്രീ ആക്കി ആ ഒരു ഹാൻഡ് ബ്രേക്കിൽ ലോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡ്രൈവിലോട്ട് ഇടുക. ബ്രേക്ക് ഔട്ടി ന്യൂട്രാക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഡ്രൈവിലിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയാണ് AGS അല്ലെങ്കിൽ AMT നമുക്ക് ഒരു ഗിയറിൽ വണ്ടി ഓഫ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ. പിന്നെ CVT-ലോട്ടും DST DCT-ലൊക്കെ പോകുമ്പോൾ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ട് ചവിട്ടി നിർത്തി നേരെ പാർക്ക് അടിച്ചിട്ടിട്ട് അങ്ങനത്തെ പരിപാടി, അതൊക്കെ വേറെ രീതിയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയൊരു വീഡിയോ ചെയ്യാം. അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്കൊരു വീഡിയോ ചെയ്യാം. ദെൻ ഡോർ തുറക്കുക. ഡോർ എപ്പോഴും തുറക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് തുറക്കുക. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങണ ഒരു റൈറ്റ് ഹാൻഡ് വെച്ച് തുറക്കുക. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈ വെച്ച് തുറക്കണമെങ്കിൽ നമ്മൾ നേരെ ഇറങ്ങും. ഈ കൈ വെച്ച് തുറക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഓടി ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഗ്ലാസ്സിൽ നോക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തുറക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഈ കൈ വെച്ച് തുറക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ആവും. അപ്പം ഡോറ് തുറന്നിട്ട് ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടി വന്ന് തട്ടിയുള്ള ഒരു ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാനാണ് അങ്ങനെ. അല്ലാതെ പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ തുറന്നിറങ്ങുമ്പോൾ ചെന്ന് ഇറങ്ങി കൊടുക്കുക, എവിടെയെങ്കിലും മണ്ടേ പോയി കയറും. അതേസമയത്ത് ഇങ്ങനെയൊക്കെ തുറന്നിറങ്ങുക. ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു റൂളാണ്. വണ്ടി സ്ഥിരം ഓട്ടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതറിയാം. ജസ്റ്റ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബാക്ക് തുറക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും 90 പോലെ നമുക്ക് തുറന്നു കിട്ടും. അത്രയും കിടിലായിട്ട് തുറക്കാൻ പറ്റും. ദെൻ നമ്മൾ ഇതിനകത്ത് കയറുന്നു. കയറിയതിന് ശേഷം നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. നമുക്കിവിടെ പവർ വിൻഡോ ഉണ്ട്.
നമുക്കിതാ ഇവിടെ പിടിച്ചിങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇത് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്ന് പുറത്ത് കാണാനായിട്ട് ഇത്രയും സ്പേസ് ഉണ്ട്. ഇത് ഫ്രണ്ട് നമുക്ക് ഇത്രത്തോളം ലെഗ് റൂം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെഗ് റൂമൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലോങ് ഒക്കെ പോണ സമയത്ത് പുറകിലിരുന്ന് വലുതായിട്ട് സഞ്ചരിച്ചിട്ടില്ലടേ. അപ്പം നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ട് ബാക്കിൽ ഇരിക്കാൻ യാത്രാ സുഖം വലുതായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്ഥിരം വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാരാണ്. സോ ബാക്കിൽ ഇരിക്കുന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ ബാക്കിൽ നിന്ന് പോയിട്ടില്ല. ഒരു അപ്രൈറ്റും അല്ല, ഒരു ബെൻഡ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനും അല്ല. അങ്ങനത്തെ ഒരു പൊസിഷനാണ് ഇതിൻ്റെ ആ ഒരു ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയൊരു ബെൻഡില്ല. കുറച്ചുകൂടി ഒരു ബെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന്. 60-40 നമുക്ക് ഇത് ഇങ്ങനത്തെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രലിൽ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല, 2 ഹെഡ് റെസ്റ്റ് ആണുള്ളത്. ഒരു പാഴ്സൽ ട്രേ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡിക്കി സ്പേസ് എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഡിക്കി തുറക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും സ്പേസ് ആണ് ഡിക്കിക്ക് വരുന്നത്. ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഈ ഒരു വള്ളി ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരുന്നാൽ നമ്മുടെ പാഴ്സൽ ട്രേ തൂങ്ങിപ്പോകില്ല കേട്ടോ. അതായത് വെയിറ്റ് കൊണ്ട് തൂങ്ങിപ്പോയില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരും. അത്രയൊക്കെയാണുള്ളത്. ഇവിടെ നമുക്ക് പിടിച്ചടയ്ക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു ഇഗ്നിസിൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ കീ. അപ്പോൾ ഇനി കീ വെച്ച് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറി ഇതിൻ്റെ കുറച്ച് ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഒരു AMT എടുക്കണമെന്നുള്ളത്. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 3-4 കൊല്ലമുള്ള ഏറ്റവും കുറഞ്ഞ ഒരു 6-7 കൊല്ലം 8 കൊല്ലമൊക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പം ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും AMT അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കിലോട്ട് പോകണം. സത്യം പറഞ്ഞാൽ നല്ലതാണ്. ഇത്രയും തിരക്ക് പിടിച്ച ലോകത്ത് ഒരു മാനുവലൊക്കെ ഇട്ട് ഓട്ടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു മാനുവൽ ഹെഡ് തന്നെയാണ്. എനിക്ക് മാനുവൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഓട്ടോമാറ്റിക് വേറൊരു ലെവലാണ്. സീരിയസ്ലി ഇതിൻ്റെ AGS എന്ന് പറഞ്ഞാൽ അത്രയും അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഫൺ ടു ഡ്രൈവ് ആണ്. അതൊക്കെ നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും കാണും. സോ നിങ്ങൾ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ കാണുക കേട്ടോ. അപ്പോൾ ശരി, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യാൻ അൺലോക്ക് ചെയ്യുക. നമുക്ക് വണ്ടി ഓപ്പൺ ആക്കുന്നു, വണ്ടിക്കകത്ത് കയറുന്നു, വണ്ടി അടയ്ക്കുന്നു, ചാവി എവിടെയെങ്കിലും ഇടുന്നു, ന്യൂട്രാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ഇവിടെ ബ്രേക്ക് ചവിട്ടിയിട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാക്കുന്നു. ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു, ഡ്രൈവ് മോഡിലിടുന്നു. കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയിക്കോളും. നമ്മുടെ മറ്റേ ഡീസൽ എഞ്ചിനൊക്കെ മൂവ് ആവൂലേ, അതുപോലെ അങ്ങ് മൂവ് ആയിക്കോളും. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ്. ആദ്യത്തെ അതിലൊന്നും നമുക്കൊരു പ്രശ്നങ്ങളും തോന്നൂല. പിന്നെ കുറേ അധികം ആൾക്കാർ ഇവൻ ഞാൻ തന്നെ ഈ ഒരു AGSൻ്റെ അതായത് AMT വണ്ടികളുടെ ലാഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AGSയിലോട്ട് ഒരു ലാഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ആ ഒരു ലാഗ് ഉണ്ട്. പക്ഷേ അതൊരു നമ്മൾ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാഗൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ലൈക്ക് ഇത് നമുക്കിപ്പോൾ AGS എന്ന് പറയുന്ന സാധനത്തിന് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ, അത് പഴയ AMT സാധനത്തിനാണ് ആ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. നമുക്കിതിനകത്ത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. മാരുതിയിലെ തന്നെ ഒരു അപ്ഗ്രേഡ് പരിപാടിയാണ് ഈ AGS എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ഗിയർ പോവുകയാണ്, നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ആ 2ാമത്തെ ഗിയറിലോട്ട് പോകും. അതായത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് 2ാമത്തെ ഗിയറിൽ നമുക്ക് കയറി പോകാൻ പറ്റും. ദെൻ 2ാമത്തെ ഗിയർ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറാനായിട്ടൊരു ടൈം എടുക്കുമല്ലോ, ആ ഒരു ടൈമാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിനകത്ത് എടുക്കുന്നത്. ഈ AMT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണല്ലോ. അതായത് ഒരാൾ ഇതിനകത്തിരുന്ന് ഗിയർ ഇടുന്നു എന്നുള്ളൊരു സെറ്റപ്പാണ്. സോ അതൊരു ലാഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാലെടുത്തിട്ട് ഇങ്ങനെ കാല് പതുക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്ന ടൈമിൽ തന്നെ ഇത് ഗിയർ മാറുന്നുണ്ട്. നമ്മൾ കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ മാരുതിയിൽ ആ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോർക്ക് കൺവേർട്ടറൊക്കെ കിട്ടത്തുള്ളൂ. അതിന് എങ്ങനെ പോയാലും 10 ലക്ഷം പ്ലസ് നമ്മൾ വണ്ടിക്ക് വില കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്കോഡയിലെ കൈലാക്കൊക്കെ നമുക്ക് 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടറാണ് പറഞ്ഞത്. പിന്നെ വേർട്ടസിൻ്റെ 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടറാണ്. വേർട്ടസൊക്കെ മിനിമം ഒരു 13+ എങ്കിലും കൊടുക്കണം ബേസ് തന്നെ. അപ്പോൾ 1 ലക്ഷത്തിന് താഴെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതായപ്പോൾ 4ാമത്തെ ഗിയറിൽ പോവുകയാണ്. ഈ 4ാമത്തെ ഗിയർ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രസ് കൊടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ആ 2ലോട്ട് പോകും. എങ്ങനെയുണ്ട് സംഭവം? ഇതാണ് AGSൻ്റെ ആ ഒരു പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. പിന്നെ പുതിയ സ്വിഫ്റ്റിൻ്റെ അത്ര സ്റ്റിയറിംഗ് സ്മൂത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര സ്റ്റിയറിംഗ് സ്മൂത്ത് അല്ല, കുറച്ചുകൂടെ സ്റ്റിഫാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. പുതിയ സ്വിഫ്റ്റിനേക്കാളും ഓട്ടിക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ബുക്ക് ചെയ്യാൻ പോയ സമയത്താണെങ്കിലും അവർ പറഞ്ഞൊരു കാര്യം, ഇഗ്നിസ് അവർ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് മെയിനായിട്ട് ഒരാളാണ് പറഞ്ഞത്, റൂമേഴ്സ് ആവാം അറിയത്തില്ല. ബാക്ക് ടൈൽ ലാമ്പ് സെക്ഷൻ അവിടെയൊക്കെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 4 സിലിണ്ടറിൽ നിന്നും 3 സിലിണ്ടറിലോട്ട് പോകാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ബലേനയാണ് ഇപ്പോൾ 4 സിലിണ്ടർ ഉള്ളതിൽ അത്യാവശ്യം ആ ഒരു ബലേനോ, ഫ്രോങ്സ്, ഇഗ്നിസ് ഇതൊക്കെയാണ് ആ ഒരു 4 സിലിണ്ടർ ഇപ്പം നമുക്കുള്ളത്. പിന്നെ ഗ്രാൻഡ് വിറ്റാര അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അത് വേറെ റേഞ്ചാണ്. ഈ ഒരു ബഡ്ജറ്റ് ഒരു
എന്താ നമുക്ക് ഒരു 13 രൂപയ്ക്ക് അകത്ത് എടുക്കാൻ പറ്റിയ വണ്ടികളിൽ 4 സിലിണ്ടറുള്ള ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പം വീണ്ടും 3 സിലിണ്ടർ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ മാരുതി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അതിനൊന്നും അനുവാദം കൊടുക്കരുത്. 4 സിലിണ്ടർ വേണം, ഭയങ്കര രസമുള്ളൊരു സാധനമാണ് 4 സിലിണ്ടർ. 3 സിലിണ്ടർ വന്നാലും മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ട. മൈലേജിനേക്കാളും നല്ലതൊരു ഫൺ ടു ഡ്രൈവ് സാധനമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. മൈലേജൊക്കെ നോക്കിയെടുക്കാൻ നിൽക്കുന്നവർ EV ഒക്കെ പോയി എടുക്കുക, പെട്രോൾ വണ്ടികളെ കൊല്ലാതിരിക്കുക. പിന്നെ 3 സിലിണ്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് 3 സിലിണ്ടർ രാജാവ് പോകണുണ്ട്. 3 സിലിണ്ടർ ടോർക്ക് കൺവേർട്ടർ 110 HP 1 ലിറ്റർ കേട്ടോ. 3 സിലിണ്ടർ എഞ്ചിന് 1 ലിറ്റർ 110 HP വിത്ത് ടോർക്ക് കൺവേർട്ടറാണ് പോണ സാധനം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ എടുക്കുക. അതൊക്കെ മോഹവില കൊടുത്തൊക്കെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൈലാക്കിലോട്ടൊക്കെ പോവേണ്ടി വരും ആ ഒരു 10 രൂപയ്ക്കകത്ത്. ഇതൊക്കെ 3 സിലിണ്ടർ വരെയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വിത്ത് 1 ലിറ്റർ 98 HP ഒക്കെയാണ് ബൂസ്റ്റർ ജെറ്റിന് പറഞ്ഞത്. അങ്ങനത്തെ സാധനങ്ങളും കൂടെ കൊടുത്താൽ കുറേ അധികം ആൾക്കാർക്ക് നല്ല. ഇപ്പം ഫ്രോങ്സ് എന്ന് പറഞ്ഞ സാധനം 3 സിലിണ്ടർ നോർമലി ഉള്ളൊരു ഇതിൻ്റെ പോലത്തെ ഒരു നോർമൽ 3 സിലിണ്ടർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 85 HP ഒക്കെ വെച്ചൊരു 3 സിലിണ്ടർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദെയർ ഈസ് 1 ലിറ്റർ ടർബോ ജെറ്റ് എഞ്ചിൻ 2 അതിനകത്ത്. അതുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആന്തരം ചെയ്യട്ടെ എന്ന് പറയാം. അപ്പം ബെലേനോ 3 സിലിണ്ടർ ആക്കി, സ്വിഫ്റ്റ് പോലെ കൊണ്ട് 3 സിലിണ്ടർ ആക്കി കളയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ജെറ്റും കൂടെ ഒന്ന് ഇറക്കിയാൽ നല്ലതാവും എന്നൊരു അഭിപ്രായമുണ്ട്. ഇഗ്നിസും അങ്ങനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ജെറ്റൊക്കെ വെച്ച് ഇറക്കാം. ഇഗ്നിസിലൊക്കെ ബൂസ്റ്റർ ജെറ്റ് വന്നാണ്ടല്ലേ വേറെ ലെവൽ തുരക്ക് സാധനം കേട്ടാ. കാരണം 100 HP ഇത് തന്നെ ഇപ്പം 82 HP തന്നെ ഇപ്പം ഫസ്റ്റ് ഗിയർ ഇപ്പം വണ്ടി കിടക്കണേ. ഇപ്പം നോക്കണേ ഉണ്ടാ, എടുത്തോണ്ട് പോണ ഉണ്ടാ. ഇതൊക്കെയാണ് സാധനം. നമുക്ക് വേറെ ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ലാഗ് ഉണ്ട്, അത് ഓട്ടിക്കേണ്ട രീതിക്ക് ഓട്ടിക്കുമ്പോൾ വലിയ കലിപ്പില്ല. മനസ്സിലായാ? അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതാണ് ഇതിൻ്റെ ആ ഒരു AGSനെ പറ്റി എനിക്ക് ഉള്ള ഒരു അഭിപ്രായം. അടുത്ത് കാലെടുത്തിട്ട് കാല് കൊടുക്കുമ്പോൾ നമുക്ക് ആ ലാഗ് ഫീൽ ചെയ്യില്ല. ഇപ്പം നമ്മളടുത്ത് ഗിയർ മാറി അടുത്തത് ആ കാലെടുത്തിട്ട് ഞാൻ കാല് കൊടുത്തതാണ് കേട്ടോ. അതായത് ക്ലച്ച് ചവിട്ടി ഗിയർ മാറി അടുത്തത് ആ കാല് കൊടുത്തപ്പം ആ ഒരു ലാഗ് പോയി. മനസ്സിലായോ? അപ്പം എന്താ ഇപ്പം 3ാമത്തെ ഗിയറിലാണ് പോണത്. ഇപ്പം എന്താ കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഷിഫ്റ്റായി 4ാമത്തെ ഗിയർ ആയിട്ടുണ്ട്. ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ചവിട്ടി പിടിച്ച് 2ാമത്തെ ഗിയർ ഇട്ടിട്ടുണ്ട്. ഇനി കാല് കൊടുത്ത് എടുത്തോണ്ടൊരു പോക്കവും. സോ ഇങ്ങനെയൊക്കെ ഫൺ ടു ഡ്രൈവ് ആയിട്ട് തോട്ട് ചെയ്യണം ഈ സാധനം. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ ഈ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഇപ്പം നമുക്കൊരു സീരിയസ്ലി എടാ ഒരു 8 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊരു വണ്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കോ മാനുവലോ ഏതോ ഓർഡർ ചൂസ് ഇഗ്നിസ്. കാരണം സ്വിഫ്റ്റിൻ്റെ VXI മാനുവൽ പോലും അത്ര വലിയ സുഖമുള്ളൊരു സാധനമല്ല. പക്ഷെ വണ്ടി കൊള്ളാം. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു നെയിം വെച്ചിട്ട് അവർ ആ സാധനത്തിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ട് വണ്ടി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കിപ്പോഴും ഒരു ഡെയിലി യൂസിന് കാറ് വേണം എന്നുള്ളൊരു ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണുടച്ച് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇഗ്നിസ് എന്ന് പറയുന്നത്. സീരിയസ്ലി അത്ര നല്ലൊരു വണ്ടിയാണ്. ബാക്ക് പുറമേ കാണുമ്പോൾ കുട്ടി വണ്ടിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പൊക്കമുള്ള ആൾക്കാർക്ക്, ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചൂസ് ചെയ്യാം. നിങ്ങളുടെ കാലൊന്നും ഇങ്ങനെ ഇവിടെ നിന്ന് തട്ടി അങ്ങിരിക്കില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ചൂസ് ചെയ്യാം. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇവിടെ ഒന്ന് ഓട്ടിച്ച് നോക്കുക. ഓട്ടോമാറ്റിക് ഓട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ വണ്ടിയൊക്കെ. അല്ലാതെ നോർമലി കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ടിരുന്ന് ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോർക്ക് കൺവേർട്ടിലോട്ട് പോകുക. മിനിമം ഒരു CVTയിലോട്ടെങ്കിലും പോകുക കേട്ടോ. CVT ഒക്കെ എടുക്കാൻ പോയാൽ മൈലേജും കോപ്പൊന്നും കാണൂല. സോ CVT എന്ന് പറയുമ്പോൾ ഹോണ്ടയിലെ വണ്ടികൾക്കൊക്കെ ഒട്ടുമിക്ക CVTകളാണ് പറഞ്ഞത്. അപ്പം അതിലോട്ടൊക്കെ പോകുമ്പോൾ മൈലേജ് കാണൂല. അത് ടോർക്ക് കൺവേർട്ടറിന് അടുത്തൊക്കെ എത്തി നിൽക്കുന്ന രീതിക്കാണ് CVTയും പറഞ്ഞത് കേട്ടോ. ഗിയർ ബോക്സ് AGS കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ലാഗ് ഫ്രീ ആണ് CVT. അത് കഴിഞ്ഞിട്ട് ടോർക്ക് കൺവേർട്ടർ, അത് കഴിഞ്ഞ് നമുക്ക് DSGയിലോട്ടൊക്കെ പോവാം. DCT DSG അതൊക്കെ രണ്ട് സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് ഗിയർ ബോക്സ് ഉള്ള വണ്ടി ചൂസ് ചെയ്യാം, ഏത് ഗിയർ ബോക്സ് ഉള്ള വണ്ടി എടുക്കാം, എങ്ങനെ ഒരു ഗിയർ ബോക്സ് ഉള്ള വണ്ടി ചൂസ് ചെയ്യാം, എത്ര രൂപയ്ക്ക് ഏത് ഗിയർ ബോക്സ് ആണ് നല്ലത് എന്നുള്ളതിനൊക്കെ പറ്റി ഒരു അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. ഇപ്പോൾ 4ാമത്തെ ഗിയറിലോട്ട് നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ 3ാമത്തെ ഗിയറിലോട്ട് പോകും. മനസ്സിലായി? നമ്മൾ കാല് കുത്തിപ്പിടിച്ച് അങ്ങനെ എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റും വരൂലല്ലോ, എടാ ഗിയർ ബോക്സ് പൊട്ടി പോകൂടെ എന്നുള്ള കമൻറ്റും വരൂലല്ലോ. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. കണ്ടാ ഇതിപ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഓട്ടിക്കാൻ പറ്റും. സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ ഒരു ലാഗും ഇല്ലാതെ കണ്ട അപ്പ് ഷിഫ്റ്റ് ചെയ്ത് ലാഗൊന്നും ഇല്ലാതെ ചുമ്മാ ഓട്ടിച്ച് പോകാം കേട്ടോ. ഭയങ്കര ഫണ്ണാണ് ഈ ഒരു സാധനം ഓട്ടിക്കാനായിട്ട്. ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക്. എന്തോ ഇഗ്നിസ് എന്ന് പറഞ്ഞ സാധനം ഓട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ
പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒന്നും നടക്കൂല. പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് നാളൊക്കെ ഓടി 10-20 കിലോമീറ്ററൊക്കെ ഓടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ ട്യൂൺ ചെയ്തൊരു സ്റ്റേജ് 2 ഒക്കെ ചെയ്ത് ഇറക്കുകയാണെന്നുണ്ടെങ്കിലേ വേറെ ലെവല് സാധനമായിരിക്കും കേട്ടോ. ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ടി വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ്. ഒരു വണ്ടി വരും ഉടനെ. അതുപോലെ തന്നെ പോളോ GTയിലെ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട്. അങ്ങനെ 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 ഓരോ വണ്ടികളായിട്ട് നമ്മൾ കൊണ്ടുവരും. ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. AGS വണ്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങളൊക്കെ ഓട്ടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 ഗിയർ പോകുന്നു, ടോട്ടൽ ഡൗൺ ചെയ്താൽ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാം. ഓഹോ